എടി എന്തയച്ചെന്നാൽ എനിക്ക് അപ്പം തന്നെ ഷെയർ ചെയ്യണോട്ടാ. എന്തിനാ പണികിടക്കണേന്ന് എനിക്ക് അറിയണമല്ലോ. ആ മോൾ, ആ കാര്യം ഞാൻ ഏറ്റത്. ആളെനിക്ക് എന്തൊക്കെയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് ഇപ്പോൾ തന്നെ മോൾക്ക് ഫോർവേഡ് ചെയ്യാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. എടി, സംഗതി പൊളിഞ്ഞായിരുന്നു. അവൾ അയച്ച അതേ മെസ്സേജൊക്കെ അവൾക്ക് തന്നെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോള്, എനിക്ക് എൻ്റെ പൊന്നു മോളെ, ഞാനതെൻ്റെ അത് ശരി. എനിക്കറിയാനുള്ള 10,000 രൂപ 6 മാസം തൊട്ട് തന്നിട്ടുള്ള ഫോം വിളിച്ചെടുക്കുകയില്ല. അത് പുതിയ വണ്ടി വാങ്ങാൻ പുള്ളിക്കാരിക്ക് പൈസ ഉണ്ടല്ലേ. ഒരു സ്റ്റാറ്റസ് ഇടാം. ഞാനങ്ങനെ പ്രതികരിക്കണില്ലെന്നോർത്ത് ഇതൊന്നും ശ്രദ്ധിക്കാത്തത്ര മണ്ടിയല്ല. 15 മിനിറ്റായി നോക്കി. സ്റ്റാറ്റസ് പുള്ളിക്കാരനെ മാത്രം കാണിച്ചിട്ടും വിട്ടുപോയി. ഇന്നലെയാണെങ്കിൽ ആ ചേച്ചി ഇവിടെ ഒന്ന് തേങ്ങ എടുത്തത് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ പുള്ളിക്കാരി ഓർക്ക് ഞാൻ ആ തേങ്ങ എടുത്തതിനായിരിക്കും ഇട്ടേക്കണേന്ന്. എനിക്കതിനൊന്നും ഒരു പ്രശ്നവും ചേച്ചി. വേറെ ആളെ കാണിക്കാനിട്ടതാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്തേ കറണ്ട് ഇല്ലേ അമ്മേ? കുഴപ്പമില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ തോന്നിയത് എത്ര നന്നായി. ശരി, എന്ത്